പാലിൽ തന്നെ ഇങ്ങനൊരു സാധനമാണ്. അമ്മേ, എന്റെ കണ്ണാലും കൊണ്ട് ഇത് പൊട്ടും തോന്നുന്നു. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ല എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കും ചെയ്യണം. ഇത് നമുക്ക് ഡെയിലി വ്ളോഗ് ഒന്നും ഇല്ല കേട്ടോ. ഇന്ന് ഡെയിലി വ്ളോഗ് എടുക്കണത്ര, പുറത്തേക്കൊക്കെ പോകണത്ര. അതിന്റെ മുന്നിൽ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സൂപ്പർ എക്സൈറ്റഡ്. കാരണം ഒറ്റ ഒന്ന് മാത്രമേ ഞാൻ പൊളിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിച്ചിട്ട് പൊളിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതിനൊന്ന് പൊളിച്ചു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വാവ് അടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതും കൂടെ ബാക്കിയും കൂടെ കാണുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് പൊളിച്ചപ്പോൾ അടിപൊളിയായി. എന്നാൽ ബാക്കി നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടൊന്ന് പൊളിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഫസ്റ്റ് പൊളിച്ചത് ഞാൻ കാണിച്ചിട്ടോ കേട്ടോ. എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് കാണിച്ചിട്ടോ. ആദ്യം തന്നെ ഇങ്ങനൊരു സാധനമാണ്. അമ്മേ, എന്റെ കണ്ണാലും കൊണ്ട് ഇത് പൊട്ടും തോന്നുന്നു. അപ്പൊ ആദ്യം തന്നെ ഇതില് സാധനം ഉണ്ടായത് ഇങ്ങനൊരു സംഭവം കേട്ടോ. ഇത് ശരിക്കും ഇവർക്ക് നല്ല പാക്കിംഗ് ആയിരുന്നു. ഇത് സെലോ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് പൊളിച്ചിട്ട് അതാ പെട്ടെന്ന് കയ്യിൽ വീണു പോയത്. രണ്ടൊരു കുപ്പി, ഇത് രണ്ട് പൊട്ടുന്ന കുപ്പി കേട്ടോ. അതുകൊണ്ട് കെയർഫുൾ, നല്ലോണം കെയർഫുൾ ചെയ്യണം. ആൻഡ് ഇവർ നന്നായിട്ട് ഇത് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടിലും നമുക്ക് രണ്ട് പൊട്ട് നോക്കിയാണ്. പിന്നെ ഒന്നിൽ ഉപ്പിട്ട് വെക്കാം, ഒന്നില് നമ്മള് കുരുമുളക് പൊടി അതിട്ട് വെക്കാം. അതിന് പറ്റിയൊരു ഓപ്ഷൻ കുപ്പിയാണ്. കാരണം ഒരു 4 ഓട്ടയുണ്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ നമുക്ക് സ്പൂണിൽ ഇത് അല്ലെങ്കിൽ ഇങ്ങനെ തുറന്നാലും മതി. ഇതെങ്ങനെ തുറന്നിട്ട് ഇതിലേക്ക് നിറയ്ക്കാം. അപ്പം നമ്മളിപ്പം ആരെങ്കിലും വന്ന് ഇച്ചിരി ഉപ്പ് താന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്പൂണിൽ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. വേറൊരു കുഞ്ഞി ഡപ്പയിലും ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുക്ക് ചെയ്യുമ്പോഴും എളുപ്പമായല്ലോ. ആവശ്യത്തിന് ഇങ്ങനെ ഇടാമല്ലോ. അപ്പൊ അതിന് പറ്റിയതാണ് ഇഷ്ടം. നമ്മൾ ഈ പ്ലാസ്റ്റിക് കുപ്പി മാറിയിട്ട് നമ്മുടെ ബോട്ടിൽസ് ഒക്കെ നമ്മൾ ഈ പൊട്ടുന്ന പാത്രം മീൻസ് അത് ഗ്ലാസിന്റെ ചില്ല്, നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ ഗ്ലാസിന്റെ ബോട്ടിൽസ് ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ് ഒക്കെ വാങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. കുറച്ച് കെയർഫുൾ ആയിട്ട് നിൽക്കണം എന്നേ ഉള്ളൂ. പക്ഷെ നല്ല രസമായിരിക്കും. അത് അറേഞ്ച് ചെയ്തതൊന്നും കുക്ക് ചെയ്യാനും എല്ലാം നല്ല രസമായിരിക്കും. അപ്പൊ ഈ 2 സാധനങ്ങൾ അടിപൊളിയായി. ഇനി അടുത്തതുള്ളത് ഇങ്ങനെ ഒരു സാധനം കേട്ടോ. ഇത് നമ്മുടെ ഇതെന്തിനാ വെച്ചാൽ എണ്ണയൊക്കെ ഒഴിക്കാൻ, എണ്ണയൊക്കെ നമ്മൾ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫണലാട്ടോ. ഒരു സിലിക്കണിൻ്റെ ഒരു ഫണലാണ്. അപ്പം ഇങ്ങനെ ഈ കുപ്പിയിൽ ഈ കുപ്പി കാണിച്ചോ. ഈ കുപ്പിയിൽ ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയൊന്നും ഒഴിക്കുമ്പോൾ ഇത് പുറത്തേക്ക് പോകില്ല. ഫണലിൻ്റെ ഉള്ളിലോട്ട് ഉള്ളിലേക്ക് പോകും. അപ്പം അതൊരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഒരു ഫണൽ തന്നിട്ടുണ്ട് അവർ. ഒരു സിലിക്കൺ ഫണലാണ്. നമുക്കിത് ഇങ്ങനെ ടക്ക് ഇട്ട് വെക്കാം. പക്ഷേ ഈ സിലിക്കൺ ഫണലിൽ വലിയ ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷെ നമ്മൾ ചൂടുള്ള സാധനമൊന്നും അല്ലല്ലോ ഒഴിക്കുന്നത്, എണ്ണയല്ലേ. അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ വിത്ത് ദിസ്. ഇത്രയും ചെറിയ എമൗണ്ടിന് ഈ ഒരു ഇത് കിട്ടുന്നത് അടിപൊളിയാണ്. ഞാൻ എമൗണ്ടും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറയാം കേട്ടോ. ഇനി അടുത്തത് ഒരു ബോട്ടിൽ ക്ലീനറാണ്. അതായത് വെച്ചാൽ ഞാൻ കുറേ നാളായി വാങ്ങാൻ വിചാരിച്ച ഒരു ബോട്ടിൽ ക്ലീനർ. കാരണം നമ്മുടെ ബോട്ടിലെല്ലാം നമുക്ക് കൈയിട്ട്, പ്രത്യേകിച്ച് എൻ്റെ കൈയൊക്കെ ഇട്ടിട്ട് ഒരു ബോട്ടിൽ കുത്തിയേക്കാന്ന് വെച്ചാൽ പോവുകയില്ല. അപ്പൊ ഇതുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വൃത്തിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതൊരു സിലിക്കൻ്റെ കേട്ടോ. അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും ഇത് പോകില്ല. നമ്മൾ മറ്റേത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബോട്ടിലിൽ ഇടുമ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ പോയി ഇതാകും അതിൻ്റെ സംഭവങ്ങളൊക്കെ. പക്ഷെ ഇതാവുമ്പോൾ ഇതൊന്നും ആവില്ല. ഇങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിക്ക് നമുക്ക് സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. സിലിക്കൺ ആയതുകൊണ്ട് ഇതിങ്ങനെ നമുക്ക് ഫുൾ ഇങ്ങനെ അമരുന്ന ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഈസിയാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊരു കോംബോ ആയിട്ട് വന്നതുകൊണ്ട് ഇത് ഭയങ്കര ലാഭമായി. ഇത് മാത്രമായിട്ട് വാങ്ങുമ്പോൾ ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കോംബോയിൽ വന്നപ്പോഴത്തേക്ക് അടിപൊളിയായി ആ ഒരു സാധനം. ഇനി നമ്മുടെ മെയിനായ സാധനം കേട്ടോ, ഈ ബോക്സിന്റെ അടിയിലുള്ളത് സൂക്ഷിച്ചെടുക്കണം. ഞാൻ ഓൾറെഡി പൊളിച്ചോണ്ടാട്ടെ ഇങ്ങനെയല്ല. നമ്മുടെ താരം എണ്ണക്കുപ്പി. ഇത് ഫോർ ഓയിൽ ആൻഡ് ഇത് ഫോർ കോക്കനട്ട് ഓയിൽ. ഇത് സൺഫ്ലവർ ഓയിൽ. ഞാൻ കേക്ക് ആക്കുന്നതുകൊണ്ട് അങ്ങനെ ആക്കിയതാണ്. അപ്പം ഞാൻ അന്നേ വാങ്ങണം വിചാരിച്ചിട്ട് പ്ലാസ്റ്റിക്കാണ് കണ്ടത്. അപ്പൊ ഇതും ഞാൻ വിചാരിച്ച പ്ലാസ്റ്റിക് തന്നെയാന്ന് കേട്ടോ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചില്ല കുപ്പീൻ്റെത് കിട്ടും. ഞാൻ പ്ലാസ്റ്റിക് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായത്. പക്ഷെ എന്തോ ലക്കുണ്ട് കുപ്പി തന്നെ ആയി. അതുകൊണ്ട് നമുക്ക് നല്ല നീറ്റ് ആയിരിക്കും. പ്ലാസ്റ്റിക് ആണെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ശരിക്കും എണ്ണേൻ്റെ ഒക്കെ ആകുമ്പോൾ നമ്മൾ പൊട്ടുന്ന കുപ്പി തന്നെ ധാരാളമാണ്. നല്ല അടിപൊളി കുപ്പി കേട്ടോ.
ഭയങ്കര ക്യൂട്ടാണ്, നല്ല രസമുണ്ട്. കുറേ നാളെ യാത്ര ചെയ്യുന്ന ഇന്നാണ് കിട്ടിയത്. ആൻഡ് ഇതിന് രണ്ടിനും 2 മൂടി വരുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു മൂടിയാണ്. ഇവിടെ റബ്ബറാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു ഹോളുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെയൊക്കെ തുറക്കാൻ പറ്റും, അടക്കാനും പറ്റും. അടിപൊളി. അതേപോലെ തന്നെ ഇത് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് എടുക്കാനും തുറക്കാനും പറ്റും കേട്ടോ. ഉണ്ടോ? ഇനി അതേപോലെ തന്നെ ഇവിടെയുണ്ട്. ഇങ്ങനെ താഴത്തേക്ക് ആക്കുമ്പോൾ തുറന്നു വരും, പിന്നെ മുകളിലേക്ക് ഇങ്ങനെ അടക്കാനും പറ്റും. നല്ല വലിയ മീൻസ് ഈ സാധനം വലിയ ക്വാളിറ്റി ഒന്നുമില്ല, കുറച്ച് ഹാൻഡിൽ വിത്ത് കെയർ ആണ്. കാരണം നമ്മൾ പെട്ടെന്ന് തിരക്കിനെല്ലാം ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇതിൻ്റെ ഇത് സംബന്ധിച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. നമ്മളവർക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണം അല്ലേ? അപ്പോൾ ഇതാ ഈ രണ്ട് നല്ല 1 2 3 4 5 6 ഇത്രയും സാധനങ്ങൾ അടിപൊളിയായിട്ട് കിട്ടി. ഇനി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ. സാധനത്തിൻ്റെ റേറ്റ് ആയതെന്ന് വെച്ചാൽ 281 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. എനിക്ക് തോന്നുന്നില്ല ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലോ അല്ലാണ്ട് ഇതിനെക്കാട്ടി ഇത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇത്രയും റേറ്റ് കുറഞ്ഞു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിനൊരു 100 രൂപ, ഇതിനൊരു 100 രൂപ, ഇതിനെല്ലാം കൂടെ നമുക്കൊരു 81 രൂപ കിട്ടാം. അത്രയ്ക്ക് ലാഭമായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ പേര് എന്ന് വെച്ചാൽ സാൻകോർപ്പ് എന്നാട്ടോ പേര്. 500 ml 2 ബോട്ടിൽ, 120 ml 2 ചെറിയൊരു ബോട്ടിൽ, ക്ലീനിങ് ബ്രഷും പിന്നെ നമ്മുടെ ഫണലും. അപ്പോൾ ഇത്രയും സാധനത്തിനാണ് 281 രൂപ. ആൻഡ് ഇപ്പോഴത്തെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആൻഡ് ഇപ്പോഴത്തെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 281 രൂപയാണ്. എന്താ ഞാൻ ഇതുപോലെ നോക്കുമ്പോൾ 281 രൂപ തന്നെയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ലാഭമായി, എനിക്ക് ലാഭമായി, നിങ്ങൾക്ക് ലാഭമായി. മുഴുവൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. കിട്ടാത്തവരെ ലിങ്കിന് ചോദിച്ചാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയും സാധനം എനിക്ക് 281 രൂപക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് വേർത്താണ്, അത്രയ്ക്ക് അടിപൊളിയാണ്, ഭയങ്കര വേർത്തായി തോന്നി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി അടുത്ത സാധനത്തിലേക്ക് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു പെട്ടി പൊളിക്കാം കേട്ടോ. ഇത് മാത്രമേ ഞാൻ പൊളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അന്ന് എനിക്ക് പെട്ടെന്ന് ഒന്ന് നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് അങ്ങ് പൊളിച്ചാൽ മതിയല്ലോ എന്ന് ആലോചിച്ചത്. കേറിയെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ ഈ സാധനം ഇപ്പൊ ഞാൻ പൊളിക്കാൻ പോകുന്ന ഈ സാധനം ഞാൻ കുറേ നാളെ വാങ്ങാൻ വിചാരിക്കുന്നത്. ഇതെല്ലാം ഞാൻ കുറേ നാളെ വാങ്ങാൻ വിചാരിക്കുന്നത്, അല്ല ഇന്ന സമയം കിട്ടിയത്. അപ്പൊ ഈ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ ഏറ്റവും അത്യാവശ്യമായ സാധനം. പ്രത്യേകിച്ച് ദിവസം നമ്മൾ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂടാക്കാൻ ഒരു സാധനം വേണം, ആവിയേറ്റ്. അപ്പൊ ഒരു ആവി പാത്രമായിരുന്നു വാങ്ങിച്ചത്. അപ്പൊ ഗൈസ് നല്ല അടിപൊളി ആവി പാത്രം കേട്ടോ. ഓപ്പണിംഗ് കണ്ടു നോക്കാം. കുപ്പിന്റെ മൂടിയോ? നല്ല ക്യൂട്ടായിട്ടുണ്ട് കുപ്പിന്റെ മൂടി. ഞാൻ വിചാരിച്ചില്ല കുപ്പിന്റെ മൂടിയിൽ കിട്ടുന്നു. താങ്ക് യു ഫോർ യുവർ പർച്ചേസ്. നല്ല ഉണ്ട് കേട്ടോ. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രമാണ്. ഇത് നമുക്ക് കറി വെക്കാം. ഈ സാധനത്തിന് മാത്രം നമുക്ക് കറി വെക്കാം. മൂടി ഉപയോഗിച്ചിട്ട് ഒരു പടിക്ക് 2 പക്ഷിയാണ്. ഇത് മാത്രം ഉപയോഗിച്ച് നമുക്ക് കറിയും വെക്കാം, ഇതും കൂടെ ഉപയോഗിച്ച് നമുക്ക് ആവിയും കയറ്റാം. നല്ലുണ്ട്, നല്ല ക്യൂട്ടായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇത് ഉറപ്പിച്ചങ്ങ് നിൽക്കൂല കേട്ടോ. കാരണം ഇത് 2 യൂസിന് വേണ്ടിയിട്ടാണ് അവർ തരുന്നത്. നമ്മൾ ചില ആവിപാത്രം കാണുന്നില്ലേ, നമ്മൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെടിയിച്ചെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. ഈ മുകളത്തെ ഇതും അടിയത്തെ ഇതും ഇച്ചിരി പാടായിരിക്കും വെടിയിച്ചെടുക്കാൻ വേണ്ടി. പക്ഷെ ഈ പാത്രത്തിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ 2 യൂസാണ്. ഒന്ന് ആവിപാത്രമായിട്ട് ഉപയോഗിക്കാം, പിന്നെ നമുക്ക് ഈ പാത്രം മാത്രമായിട്ട് ഉപയോഗിക്കാം. 2 ഒരു മൂടിയാണ്. അടിപൊളി. അടിപൊളിയായിട്ടോ. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്, ഭയങ്കര ക്യൂട്ടാണ്, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇത്രയും നല്ല പാത്രങ്ങൾ കിട്ടുന്നു. ശരിക്കും നമ്മൾ പറയട്ടെ, നമ്മൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു വീടൊക്കെ ആയി
നമ്മളിങ്ങനെ ഒറ്റക്കൊക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങൂലേ, കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് പാത്രത്തിനോട് ഇത്രയും അടുപ്പം കാണിക്കുക. അതുവരെ നമുക്ക് പാത്രത്തിനോട് ഇത്ര ക്രേസ് ഉണ്ടാവില്ല. നമ്മൾ ഈ അമ്മമാരെ പറയാറില്ലേ, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പാത്രം മാത്രമേ നോക്കുള്ളൂ, അവർ ചിലപ്പോൾ ഡ്രസ്സൊന്നും നോക്കൂല, അവർ പാത്രത്തിന്റെ സെക്ഷനത്തെ പിന്നെ അവർക്ക് ഇതാത്തൊരു അവസ്ഥയാണ്. അതേപോലെയാണ് ഇപ്പൊ എൻ്റെ അവസ്ഥ. എല്ലാവരും അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും. കുക്കിംഗ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അടിപൊളി ആവുന്നവരെ എല്ലാ അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും. പാത്രങ്ങൾ ക്രേസ് ആവാൻ തുടങ്ങും നമ്മൾ പാത്രങ്ങളിൽ. ഈ പാത്രം അടിപൊളി അടിപൊളി പാത്രം, നല്ല രസമുണ്ട്. ആദ്യമായിട്ട് അത്യാവശ്യ സാധനങ്ങൾ 3 ആക്കി ഒരു 3 ആക്കുള്ള ഫുഡ് നമുക്ക് ഇതിൽ ആവി കയറ്റാൻ പറ്റും. ഇപ്പൊ പുട്ടോ ഇടിയപ്പോ വെള്ളയപ്പോ, ഇനി നമുക്ക് പുട്ടും കുട്ടി ചിരട്ടപ്പുട്ടിന്റെ ആവശ്യമില്ല. ഒറ്റയടിക്ക് 2 വട്ടം വെക്കണമെങ്കിൽ ഒറ്റയടിക്ക് വെച്ചാൽ കാര്യമില്ലേ. അടിപൊളി. അപ്പൊ നല്ല അടിപൊളി ക്യൂട്ട് പാത്രം കേട്ടോ. ഞാൻ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ഈ 2 ടയർ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീമറിന്റെ റേറ്റ് വന്നിട്ട് 599 രൂപയാണ്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 589 രൂപക്കാണ്. എനിക്ക് 10 രൂപ ഒരു സൂപ്പർ കോയിൻസ് ഉണ്ടായിരുന്നു. പിന്നെ 4 ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക്. മീൻസ് ബാങ്ക് ഐ ഡി അങ്ങനെ നമ്മുടെ HDFC അങ്ങനത്തെ കുറച്ച് ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കുറച്ചും കൂടി നിങ്ങൾക്ക് ഓഫേഴ്സ് റേറ്റ് കുറഞ്ഞു കിട്ടും. പക്ഷെ എനിക്ക് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു 10 സൂപ്പർ കോയിൻസിന്റെ ഓഫർ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ റേറ്റ് എനിക്ക് കിട്ടിയത് 589 രൂപക്കാണ്. ആൻഡ് ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് സെയിലിന്റെ സമയത്തായിരുന്നു അങ്ങനെ ഒരു റേറ്റ്. ആൻഡ് ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് 599 രൂപയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് വാങ്ങാൻ പറ്റും. സോ ബ്യൂട്ടിഫുൾ, സോ എലിഗന്റ് എന്നൊക്കെ പറയുന്ന പോലെ അടിപൊളി സാധനമാണ്. അടിപൊളി കാരണം ഭയങ്കര ക്യൂട്ടാണ്. നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്ക് എന്താ പറയാ, എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം, സ്റ്റീം ചെയ്യാം. അടിപൊളി. ഇപ്പം ഈ പാത്രം തന്നെ മതി നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും ഫുഡ് ആവി കയറ്റാനും. ഇതിന്റെ അടിയിൽ ഉണ്ടാക്കാൻ മോളിന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 2 ടയർ ആയിട്ട് അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ മൂടി നമ്മൾ ഗ്ലാസ് ടൈപ്പ് മൂടിയാണ്. ലിഡ് വന്നിട്ട് അപ്പൊ ഇതിന്റെ ലിഡ് വന്നിട്ട് ഗ്ലാസ് ടൈപ്പ് ആണ്. അടിപൊളി സാധനം. നല്ല രസമുണ്ട് കാണാൻ വന്നിട്ട്, നല്ല രസമുണ്ട്. എനിക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായി. ഇതും എല്ലാം കൂടെ അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം 599 രൂപക്ക്. ഞാൻ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അടിപൊളി സാധനം കിട്ടാം. ഇനി നമുക്ക് അടുത്ത സാധനം നോക്കാം. അത് വേറെ ഒരു സാധനം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓൺലൈനിൽ വാങ്ങുന്നത്. നമ്മൾ ഇങ്ങനത്തെയൊക്കെ വാങ്ങുമായിരിക്കും, പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ വാങ്ങുന്നത്. നിങ്ങൾക്ക് ഫോട്ടോ കാണുന്നുണ്ടോ? ഇതാണ് കേട്ടോ ആ സാധനം. എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. ഞാൻ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങിയതായിരുന്നു. ഒരു ഐഡിയ ഇല്ല എങ്ങനെ ഉണ്ടാവും. നമുക്ക് തുറന്നു നോക്കാം. ഞാൻ പറയട്ടെ, ഇതൊക്കെ വെൽ പാക്ഡ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അവർ പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ചില പ്രൊഡക്ട്സ് ചിലവർ കൊണ്ടുത്തരുന്ന കാണണം, നമുക്കത് വാങ്ങാൻ തോന്നില്ല. അത്രയ്ക്ക് ഫ്ലോപ്പായിട്ടാണ് പാക്കിങ് ചെയ്യാറ്. പക്ഷെ ഇത് നമ്മുടെ കടയിൽ നിന്നൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് തരൂലേ, ലൈക്ക് അതേപോലത്തെ പ്ലാസ്റ്റിക് കയറൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട്. എന്നിട്ടാണ് അവർ സെലോ ടേപ്പ് കൊണ്ട് ഫുൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതും എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം എന്താ അറിയോ, ഇത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര ചെറിയൊരു ബോക്സ് ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇത് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ നമ്മൾ 2 ആൾ മാത്രമാണല്ലോ, അതനുസരിച്ചാണ് ഞാൻ ഈ പാത്രങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് എൻ്റെ മൂടിയാണ് വരുന്നത്. മൂടി കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മിക്സി ജാറ്, ഇത്രയൊക്കെ ഈ ജാറ് കൊള്ളാൻ ഈ സ്പേസ് ഉണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു മിക്സിയാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു മിക്സിയാണ്. എനിക്ക് അറിഞ്ഞോളൂ എത്രത്തോളം ഇത് നല്ലതാണോന്നില്ല. കാരണം ഇതിന്റെ റേറ്റിംഗ്സും എല്ലാം അടിപൊളിയായിരുന്നു. കാണുമ്പോൾ നല്ല അടിപൊളിയാണ്. യൂസ് ചെയ്തിട്ടില്ല,
അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസ് ഒക്കെ നിങ്ങളോട് പറയുന്നതായിരിക്കും. പ്രത്യേകിച്ച് മിക്സിൻ്റെത് ഇത് കാണുമ്പോൾ പെർഫെക്റ്റ്ലി അടിപൊളി. ഇതാ ഇങ്ങോട്ട് തിരിച്ചാൽ വിപ്പിങ്, ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ നമുക്ക് വിപ്പ് ചെയ്യാം. പിന്നെ ലോ, മീഡിയം, ഹൈ അങ്ങനെ 3 ഇതാണുള്ളത്. 1 2 3 4 അങ്ങനെ ഒന്നും ഇല്ല. ലോ, മീഡിയം, ഹൈ എന്ന് പറഞ്ഞിട്ടാണുള്ളത്. ബ്രാൻഡ് വന്നിട്ട് ലൈഫ് ലോങ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കേട്ടോ. ലൈഫ് ലോങ് എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. പിന്നെ ഇതിൽ നമുക്കൊരു 4 ജാറ് വരുന്നുണ്ട്. 4 ജാറ് വരുന്നുണ്ട് ഗൈസ്. ആദ്യം ഇങ്ങനൊരു ജാറ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് അരിയൊക്കെ അരക്കൂലേ, ഉഴുന്ന് അരി അങ്ങനെയൊക്കെ അരക്കാൻ വേണ്ടിയിട്ട് അതിന് പറ്റിയൊരു ജാറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങയൊക്കെ അരക്കൂലേ, തേങ്ങയൊക്കെ അരക്കാൻ വേണ്ടിയിട്ട് വേറൊരു ജാറ്. ഈ ജാറിനും ഈ ജാറിനും മാത്രം ഹാൻഡിൽ ഇട്ടോ കേട്ടോ. മറ്റേ 2 ചെറുതാണത്തിന് ഹാൻഡിൽ ഇല്ല. ഹാൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക്. അയ്യോ ഇതല്ലേ ഇതാണ് ഗൈസ്. അപ്പം ഇതാണ് ഇതുള്ളത്. അത് പാകാവും. പിന്നെ ഏറ്റവും ചെറിയൊരു ജാറ് നമുക്ക് പൊടിക്കാനൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു ജാറ്. പിന്നെ നമുക്ക് ജ്യൂസ് അടിക്കാം. നല്ല ചൂടാണല്ലോ. എൻ്റെ മുട്ട തന്നെ ഉണ്ട്. ഞാൻ വിയർത്തൊലിക്കുന്നുണ്ട്. ഫാൻ ഓണാക്കാൻ ഫാൻ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ കേൾക്കൂല. ഫാൻ ഓണാക്കുന്നത് നല്ല ചൂട്. അപ്പം ആ ചൂടൊക്കെ നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാനൊരു ജ്യൂസാണ്. അപ്പം നമ്മൾ മിക്സി ഇതാണ്. എനിക്ക് മിക്സി കാണുമ്പോൾ നല്ല രസമുണ്ട്. നല്ല അടിപൊളി, നല്ല ക്യൂട്ട് മിക്സിയാണ്. എനിക്ക് വർക്ക് ചെയ്യുന്നതും കൂടെ നോക്കണം കേട്ടോ. അപ്പം കാണുമ്പോൾ അടിപൊളിയാണ്. എനിക്ക് ഈ സാധനങ്ങളൊക്കെ ഇഷ്ടമായി. പക്ഷേ ഒറ്റ ഡിഫക്റ്റ് എനിക്ക് മൂടിയിലാണ് തോന്നിയത്. മൂടി അത്ര നല്ല പ്ലാസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നല്ല ടൈറ്റാണ് മൂടുമ്പോൾ. ഇതുണ്ടോ, നല്ല ടൈറ്റാണ്. പൊട്ടയൊന്നും വരില്ല. പക്ഷെ ഈ പ്ലാസ്റ്റിക് കുറച്ച് കൂടെ നല്ല പ്ലാസ്റ്റിക് ആവായിരുന്നു. ഇത് കുറച്ച് ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് പോലെ ഇതിങ്ങനെ അമരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ ഈ മൂടിക്കുള്ളൂ. ബാക്കിയൊക്കെ അടിപൊളി. മൂടി മാത്രം ഒരു എന്താ പറയുക, ഒരു രസമില്ലാണ്ടായിപ്പോയി. ഒരു ക്വാളിറ്റിയുടെ കുറവ് മൂടിയിൽ മാത്രമാണ്. പക്ഷെ ഇൻ ദ സെൻസ് ഈ ജാറായാലും, ഈ ചെറിയ ജാറായാലും, വലുതായാലും, ഈ മീഡിയം സൈസ് ആയാലും, നമ്മൾ ജ്യൂസർ ആയാലും 2 പേർക്ക് പറ്റിയ ക്വാണ്ടിറ്റിയിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോന്ന് ഇട്ട് നോക്കിയാലോ. ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പം എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഫിറ്റായിട്ട് പാകാമെന്നില്ല കേട്ടോ. ഇനി മിക്സി വർക്കിംഗ് ആണെന്ന് കൂടെ നമുക്ക് നോക്കണമെന്ന്. ഇതിന്റെ റേറ്റ് നിങ്ങൾക്ക് അറിയണ്ടേ? എത്ര രൂപക്കാണ് ഞാൻ ഈ മിക്സി വാങ്ങിയതെന്ന്? ലൈഫ് ലോങ് അല്ല കേട്ടോ, ലോങ് വേ എന്നാണ് പേര്. ലോങ് വേന്റെ റേറ്റ് വന്നിട്ട് 1399 രൂപയാണ് ഞാൻ വാങ്ങിയ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. 1399 രൂപ. ഈ ഒരു പ്രൈസിന് 1399 രൂപേന്റെ ഒരു പ്രൈസിന് ഈ ഒരു ജാർ എനിക്ക് വർത്തായിട്ട് തോന്നിയത്. കാരണം നമ്മൾ കടയിലൊക്കെ പോയാൽ മനസ്സിലാവും ജാറിന് എത്രയാണ് പൈസ വരുന്നതെന്ന്. ഇപ്പോഴത്തെ മിക്സിക്കെല്ലാം നല്ല റേറ്റ് ആണ്. നല്ല റേറ്റ് ഇൻ ദ സെൻസ് അതിനുള്ള സൗകര്യങ്ങളും ആ മിക്സിക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്യാബേജ് അരിയേണ്ട, ഒന്നും ചെയ്യേണ്ട, അതിലിട്ടിട്ടുണ്ടെങ്കിൽ തനിയെ അരിഞ്ഞ് തന്നോളും. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത്ര റേറ്റ് കൂടുതൽ. പക്ഷെ നമുക്ക് ഇത്രയും സാധനങ്ങൾ തന്നെ സാധനങ്ങളൊക്കെ ഭയങ്കര ഉപയോഗം കൂടുതലാണ്. പക്ഷെ നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ മതി. കാരണം അത്രയല്ലേ യൂസ് ഉള്ളൂ. ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നൊന്നുമില്ലല്ലോ. അത്യാവശ്യത്തിന് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ്, നമ്മളൊരു വാടകയ്ക്ക് വീടെടുത്ത് വെക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ജാറൊക്കെ ധാരാളമാണ്. ഇങ്ങനത്തെ മിക്സി
ഒക്കെ ധാരാളമാണ്. നമ്മുടെ ബഡ്ജറ്റും കൂടെ നമ്മൾ നോക്കണമല്ലേ. ഇതൊരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് നല്ലോണം നോക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഒരുപാട് അങ്ങ് പോവില്ല. അത്രയ്ക്ക് അടിപൊളിയായ സാധനങ്ങൾക്ക് നമുക്ക് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ വേറെ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ ഒരു മരമുണ്ട്. അപ്പോൾ അവിടെ ഫുൾ കിളികളൊക്കെ വന്നിരിക്കും കേട്ടോ. ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ്. ചിലപ്പോൾ ഞാൻ പറയുന്നതിന് വേണ്ടി കൂടുതലും അവർ ഉച്ചകൾ കേൾക്കുന്നുണ്ടാവുക. ആ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പം ഓൺലൈനിൽ വാങ്ങിയത് ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ള ഇത്രയും സാധനങ്ങളാണ്. ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും നല്ല സാധനങ്ങൾ എനിക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടുന്നത്. വിചാരിക്കാണ്ട് കിട്ടിയ കുറച്ച് സാധനങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇത് വരും എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അധികം കുക്കിംഗ് വ്ളോഗെല്ലാം ചെയ്ത് നിങ്ങൾ ബ്ലോഗ് എടുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇത്രയും നല്ല സാധനങ്ങൾ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ ഇത്രയും ക്വാളിറ്റി ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം ഭയങ്കര പെരുത്തിഷ്ടമായി എന്നൊക്കെ പറയൂലേ, ഭയങ്കര പെരുത്തിഷ്ടമായി. അപ്പം നിങ്ങളും വാങ്ങുക. നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ വാങ്ങുക. നല്ല പ്രൊഡക്ട്സ് ആണ്, നല്ല അടിപൊളി പ്രൊഡക്ട്സ് ആണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ 2 സാധനങ്ങൾ. ഇന്നത്തെ പെർച്ചേസിൽ മിക്സി ഓരോ ആൾക്കാരുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം, ഇഷ്ടമില്ലെങ്കിൽ വാങ്ങണ്ട. ഞാൻ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. അത്യാവശ്യം അടിപൊളിയാണ്. നമുക്ക് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ചാറിലിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഞാൻ 2 മാസം കഴിഞ്ഞ് ഈ മിക്സിയുടെ റിവ്യൂ പറയുന്നതായിരിക്കും. ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഈ അരക്കാനും ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുക്കിംഗ് ബോക്സിലെല്ലാം ഈ മിക്സി ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ ഒരു റിവ്യൂ ആയിട്ട് 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ കാര്യം നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾക്ക് ഹൈലി ഞാൻ റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം. ഇതുപോലെ 2 പേരോ 3 പേരോ അങ്ങനെ താമസിക്കുന്നവരാണെങ്കിൽ ചെറിയ പൈസക്കൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മിക്സി നമുക്ക് വാങ്ങാൻ യൂസ്ഫുൾ ആണ്. ഇല്ലെങ്കിൽ വാങ്ങുക, ഇത് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഈ 2 സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് വാങ്ങിയിരിക്കുക. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾ ആർക്കും അത്ര മോശമായി എന്നുള്ളൊരു സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2 ടയർ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീമർ ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങേണ്ടതാണ്. അത്ര കഴിവ്. പിന്നെ ഈ 2 ഓയിൽ ഡിസ്പെൻസർ നിങ്ങൾക്ക് അതും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വാങ്ങുക. ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് പൊട്ടുന്നത് തന്നെയാണ്. കാണിച്ചാൽ പൊട്ടുന്നത് തന്നെയാണ്. അപ്പം ഇതുപോലത്തെ പൊട്ടുന്ന എന്താ പറയുക ഓയിൽ ഡിസ്പെൻസറൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഞാൻ പൊട്ടിക്കൂലാന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വാങ്ങേണ്ടതാണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം പ്ലാസ്റ്റിക്കിനെക്കാട്ടിയും വേർത്ത് ആയിട്ടുള്ള 2 സാധനങ്ങളാണ് ഈ ഒരു 2 കുപ്പികളും. പ്ലസ് നമുക്ക് ഈ ഒരു 2 ഇതും പൊട്ടുന്നത് തന്നെയാണ്. പിന്നെ നമ്മുടെ കുപ്പി ബോട്ടിൽസ് ഒക്കെ കഴുകണമെങ്കിൽ, ക്ലീൻ ചെയ്യണമെങ്കിൽ ഇത് അടിപൊളി സിലിക്കൺ ബ്രഷാണ്. അപ്പോൾ അതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു കോമ്പോയിൽ വരുന്നതാണ്, ഇതൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങണ വേണ്ട നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ പുറമേ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി എനിക്ക് അടിപൊളിയായി തോന്നി. കാരണം പുറമേ നിന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സ്റ്റീമറിന് ഇത്രയും ചെറിയ പൈസയ്ക്ക് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. 1000 രൂപേൻ്റെ മുകളിലാണ് ഞാൻ കണ്ട സ്റ്റീമേഴ്സൊക്കെ. ഇത് നല്ല മെറ്റീരിയലാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, നല്ല കട്ടിയുള്ള ലോകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം. അതിലേക്കും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ലൈഫ് ഫ്രം ആതിര. ബൈ ബൈ.